നമ്മുടെ ജീവിതത്തെയും ഉപയോഗ രീതികളെയും പ്രകൃതിയുമായി സമരസപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് ഹരിതവൽക്കരണം. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ വലിയ ധനികനാണ്. എത്ര വലിയ വീട് നിർമ്മിക്കാനുമുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അത്യാഡംബര ശൈലിയിലുള്ള ഒരു മഹാപാലസ് നിർമ്മിക്കാം. അതിന് എത്ര കമ്പി, സിമെൻറ്റും ഇഷ്ടികയും അത്തരം മറ്റെല്ലാതരം നിർമ്മാണ വസ്തുക്കളും വാങ്ങി ഉപയോഗിക്കാം. അതെല്ലാം സൃഷ്ടിക്കുന്ന ഹരിതഗൃഹവാതകങ്ങൾ മൂലം പ്രകൃതിക്കേൽക്കുന്ന ആഘാതം എത്ര വലുതാണ്. എൻ്റെ പണം എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ ഉപയോഗിക്കുന്നു എന്ന ന്യായീകരണമാണ് ഇത്ര വലിയ പ്രകൃതി ചൂഷണത്തിലേക്കും അതിഭീമമായ ഹരിതവാതക ഉത്സർജനത്തിലേക്കും നയിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചിന്തിച്ചേ പറ്റൂ. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ശുദ്ധവായുവും ശുദ്ധജലവും പരിമിതമായ പ്രകൃതി വിഭവങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. അവർക്ക് കൂടി അവകാശപ്പെട്ട കാർബൺ ഇടം കൈയടക്കിയിട്ടുണ്ട്. മാത്രമല്ല, പരിമിതമായ നിരവധി പ്രകൃതി വിഭവങ്ങൾ ഇത്തരം നിർമ്മാണങ്ങളിൽ ആവശ്യമാണ്. ഒരു പരിധിക്കപ്പുറം ഉപയോഗിക്കുമ്പോൾ അത് മറ്റു പലർക്കും അപ്രാപ്യമാകും എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്.